अरे तो ये भी बात ബുക്ക് ചെയ്തു എന്നെ കൊണ്ട് ഇങ്ങോട്ട് പോന്നു. ഞാൻ എത്ര വിളിച്ചതാ നിന്നെ. ഈശോ ഞാൻ പറഞ്ഞതല്ലേ രാത്രി മുഴുവൻ ഷർത്തിലായിരുന്നു വെളുപ്പിന്. अच्छा उसकी मम्मी पापा वहाँ जा रखे हैं ना. വാ केवल इसके पापा रखे हैं. അല്ല ആ ഫോട്ടോ ഒരു 2 വർഷം മുമ്പത്തെ. 2 साल पहले कैसे और मतलब परसों ही कैसे बन रहे थे कि हम तो एक दूसरे को जानते भी नहीं अच्छे से. കാര്യങ്ങൾ ഇത്രയൊക്കെ താമസിച്ച ഈടാ ഞാൻ നിന്റെ അമ്മയെ കെട്ടിയിട്ട് 10 മാസം അല്ലേ പറഞ്ഞു. अकेले आ रखे हैं. क्या अच्छी नहीं बनाती ना कॉफी. अच्छा अच्छा हाँ. ഇരിക്കെ ഞാൻ നിന്നോ? നിന്നോടല്ല മോളിരിക്കെ. അങ്കിളിന് അറിയാലോ അപ്പൻ്റെ സ്വഭാവം. ആ പ്രശ്നമാണ് പ്രശ്നമാണ്. പണ്ട് ഞങ്ങൾ കോളേജിൽ പഠിക്കുന്ന സമയത്ത് उसकी क्या मिया. പ്രശ്നമാണ് പ്രശ്നമാണ്. അല്ല അപ്പൊ न्यूज़ भी तो ऐसे ही है. എടാ ഞാൻ ഇങ്ങനെ നടക്കുന്നത് നിനക്ക് ഇഷ്ടപ്പെടുന്നില്ലല്ലേ? രണ്ടാമത്തെ എന്നെ കൂടെ കണ്ടിട്ട് മുകളിലോട്ട് എടുത്താൽ മതി. എന്ന് വെച്ചാല് നമ്മളിത് നേരെ അങ്ങോട്ട് പറഞ്ഞാലല്ലേ ഉള്ളൂ കുഴപ്പം. ഞങ്ങൾ പെണ്ണ് अच्छा शादी भी Good कर idea. सकते सीधे नहीं. हाँ बस बाद में वो तो तब क्या. हाँ उसके घर वाले तो राजी है. पर उसके पापा आप करते कि नहीं करते. उसके पापा बहुत गुस्सा रहते हैं അറിയാവുന്ന इससे. ഫാമിലി ഒരേ हाँ സ്വഭാവക്കാർ. परसों वो वाला इंसिडेंट हुआ था जो हाँ പിന്നെ अच्छा ഞാനിങ്ങനെ ഒരു वाला. കാര്യം സ്വാഭാവികം. അതിനപ്പുറത്തെ കുറ്റം പറഞ്ഞിട്ട് കാര്യം. ഇവനെ ആർക്കാ പിടിക്കുന്നത്? എന്നിട്ട് എത്ര പെട്ടെന്ന് കല്യാണം നടത്താം. ബാക്കിയൊക്കെ അപ്പം നോക്കാം. അയ്യോ അങ്കിൾ വീട്ടിലേക്ക് ഞാനോ? അതന്നെ വീട്ടിൽ പോയ ഡെഫിനറ്റ് ആയിട്ട് മമ്മി പൊക്കും. എന്ന് പറഞ്ഞാൽ എങ്ങനെ അപ്പത്തേക്ക് ഞാൻ എന്തെങ്കിലും उसके पापा के मन में मतलब खूब आइडिया आता है ऐसे. ஏதாவது விசேஷம் இருக்கா? എന്ത് വിശേഷം? അല്ല വിശേഷമൊന്നും இருக்கு. காலையில समझ आते हैं ना. இது யாரு? என்னண்ணா? ஐயோ தங்கமான பொண்ணு சார். கல்யாணம் ஆகி 3 வருஷம் ஆச்சு. இன்னும் अच्छा குழந்தை इन्होंने பாக்கி सब ये बता இல்ல. रखा कि நானும் शादी हो என் रखी है. wife 3 इनके വർഷം पास 2 साल कह रहे थे बस. मैं तभी कहूँ था इनको मतलब रहने कैसे दे रहे हैं. अच्छा इन्होंने ऐसे बोला था कि मैरिड है हम. एक्चुअली में 4 साल से हम साथ में. हाँ इसीलिए तो उसके पापा शौक हुए हैं हाँ हाँ हाँ. क्योंकि उनके उन्होंने पापा को 2 साल बताया है. वो 3 साल कह रहा है. एक्चुअली 4 साल है. മോള് വിഷമിക്കണ്ട, എല്ലാം ശരിയാവും. अच्छे हैं इसके पापा ना. ചെല്ല് ചെല്ല്. എന്നിട്ട് നമ്മൾ പറഞ്ഞ പോലെ കാര്യങ്ങൾ മുന്നോട്ട് നീക്കാം. മിസ്റ്റർ കെ अच्छा समझ नहीं रहा ताकि उसे पता नहीं चले ना. ഉണ്ട്. ഞാൻ നമ്മുടെ സാമുവൽ ഡോക്ടറിന്റെ അടുത്താ. എന്താ ജോണേ? അല്ല വൈകിട്ട് നമുക്കൊന്ന് കാണാൻ പറ്റുമോ? എവിടെ? ആ ആ അപ്പോൾ കുര്യ ഞാൻ പറഞ്ഞു വന്നത് എന്നാന്ന് വെച്ചാൽ ഞാൻ മരുമോനോട് കാര്യങ്ങൾ സംസാരിച്ചു. ഇത് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ അവൻ എന്നാ പറയുന്നതെന്ന് വെച്ചാൽ ബോംബെയിലോ ബാംഗ്ലൂരോ ഉള്ള ഏതെങ്കിലും വലിയ ഏജൻസി ഏൽപ്പിക്കാവുന്ന. എൻ്റെ മതി ഡോക്ടർ, നമുക്കൊരു ചാൻസ് തന്നാ മതി. ഏറ്റവും നല്ല കൺസെപ്റ്റ് തന്നെ നമ്മൾ പ്രസന്റ് ചെയ്യും. ഒരു കാര്യം കൂടിയുണ്ട്. ബോംബെയും ഡൽഹിയും
ഞാനും കൊണ്ടുവരും. ശരി. अच्छा पहुंच गई है अपने घर. ശരിയേട്ടാ. ആ ശരി. വിചാരിച്ചു 2 ആഴ്ച വർക്ക് ഫ്രം ഹോം എടുത്തിട്ടുണ്ട്. എന്നായാലും നിന്റെ ഭാഗ്യടി. അതെന്നെ എൽസി കുട്ടി. നിന്റെ ഫേവറേറ്റ് ഐറ്റാ ഇന്നുണ്ടാക്കിയിരിക്കുന്നത്. अरे पेट से उल्टी आ गई उसे. ऐसी मम्मी को डाउट ना हो जाए कहीं. वैसे ही बोलेगी जैसे उसने बताया था उसके पापा ने. കേടാ, ഞാൻ പറഞ്ഞിട്ടില്ലേ ട്രെയിനിൽ നിന്നൊന്നും കഴിക്കരുതെന്ന്. हाँ കല്യാണപ്രായം അത് നിന്റെ അടുത്തേക്കാണെങ്കിൽ എനിക്ക് അത്രയും തയ്യാറ് സന്തോഷം. हो കൂടുതൽ तो അന്വേഷിക്കാനൊന്നുമില്ല. നമ്മൾ അത്ര അടുത്ത വീട്ടുകാര്. सोचिए. बच्चे तो तैयार हो रखे हैं. കാര്യം ഞാൻ പറഞ്ഞില്ല. അവള് ചാടി കയറി എന്നെ തിന്നാൻ തുടങ്ങി. കല്യാണം വേണ്ട എന്ന് പറഞ്ഞിരിക്കാൻ തുടങ്ങിയിട്ടും കാലം കുറയായി. അല്ല ഞാൻ ഗിൽസിക്ക് ഓക്കെ ആണെങ്കിൽ നീ തന്നെ അടുത്തൊന്ന് പ്രസന്റ് ചെയ്ത് നോക്ക്. ഇവിടെ അവള് നോ പറഞ്ഞാൽ നമുക്ക് ഇത് അവിടെ വെച്ച് അങ്ങ് വിട്ടേക്കാം. ആ चलो तैयार तो है ये. पर पता नहीं उसी के सामने क्या रहा है. हाँ या फिर एक्चुअल में तैयार है. तैयार तो पहले से थे वो, है ना. हाँ मतलब चांसेस तो यही है ज़्यादा ये तैयार होगा. എന്റെ മോന്തയിൽ ആ, ഈ മുഖപ്രസാദമൊന്നും എനിക്ക് തോന്നിയില്ല. പിന്നെ അവനെയും കുറ്റം പറയാൻ പറ്റത്തില്ലല്ലോ. പറ്റ കഴിച്ചു അല്ലേ? അപ്പൊ അവന്റെ മോളെ ഇങ്ങോട്ട് കെട്ടിച്ചുവിടാൻ ഞങ്ങൾക്ക് താല്പര്യം കാണുന്നില്ല. അതിന് അവനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഇത്ര ഏടാ കൂടെ ഒക്കെ ഒപ്പിച്ചു വെച്ചിട്ട് നീ എന്തിനാടാ നെഞ്ചത്തോട്ട് കയറുന്നത്? അതിപ്പോ ഞാൻ അറിഞ്ഞു ഇതെല്ലാം കൂടെ ഇങ്ങനെ വരും. അതോടെ തീരുന്ന പ്രശ്നമേ ഉള്ളെന്നാ എനിക്ക് തോന്നുന്നു. എടാ അവള് हाँ क्यों करेगी वो मना. ना क्यों कहेगी वो. ദേ ജോണെ ഒരുമാതിരി കുടത്തിനകത്ത് തല പോയ പട്ടിയുടെ അവസ്ഥയുണ്ട് എന്നും പറഞ്ഞ് ഇങ്ങർക്ക് പറ്റിയ അവസ്ഥ തന്നെയല്ലേ. എന്നാ വെറുതെ ആ एक भी मौका नहीं छोड़ते. എന്തിനാ ഇത്ര വിഷമിച്ച് ആലോചിക്കുന്ന എനിക്ക് अरे बोलिए। इसकी वाइफ एलसी ने तैयार पढ़ है दे। ये नहीं ये तैयार बिना- बिना है. यहाँ पढ़ वहाँ पे फालतू में कह रहा था ये. अच्छा हाँ हाँ. मैं कह रहा मुझे पसंद नहीं है. ഒരാളുടെ പേര് പറഞ്ഞേ. ഹോ, നമ്മുടെ മറ്റേ കാലേക്കുഴി ജോസിന്റെ മോൻ അവൻ സ്മാർട്ട് അല്ലേ? നീ പറഞ്ഞോലെ നല്ല ചുറിയുറുക്കുണ്ട്. ഞാനേ ഇവിടെ ഇരുന്നാ മതി. अपनी बेटी की खबर नहीं है बस. वही എന്താ तो. വേണ്ട വേറെ ആളുകളില്ലേ? ये नहीं तैयार है. अब वहाँ पे कह रहा था कि मुझे हाँ, अपनी मैं वाइफ को तैयार पूछना पड़ेगा, बेटी को पूछना पड़ेगा. देखो उससे അവളുടെ അടുത്തൊന്ന് उससे ചോദിച്ചു. पूछ भी नहीं रहा हूँ. ഓക്കെ ആണെങ്കിൽ മതിയല്ലോ. പിന്നെ പറയാൻ കണ്ടൊരു തമാശ. देखो उससे भी नहीं पूछ रहा हूँ. हाँ पसंद नहीं करता ना उसको भी. ചോദിച്ച അഭിപ്രായം അറിയേണ്ട കാര്യമൊന്നുമില്ല. ഇതൊക്കെ പൂജ भी नहीं അവൾ അമ്മേ रहा. പറഞ്ഞ അവനൊരു എല്ല് കൂടുതലാന്ന്. ഞാൻ ഇപ്പൊ തന്നെ വിളിച്ച് നോ എന്ന് പറയാൻ പോവാ. खुद ही वो उसे कैसे कह रहा था कि मैं तो तैयार हूँ. शायद मेरी वाइफ तैयार नहीं होगी, मेरी बेटी तैयार नहीं होगी, ऐसे बोल रहा था वहाँ पे. तो मना कर देगा ये तो. उसका पहला प्यार. फीलिंग होगी फिर से. उस समय बिल्कुल रुक सा जाता है ये. അങ്ങ് ഹലോ ജോണിച്ചായൻ കുളിക്കുവാ. എന്നതായി അവിടുത്തെ കാര്യം? क्या पता इसके सामने वो हाँ बोल दे, तैयार हो जाए. नहीं അല്ല പിള്ളേരുടെ കാര്യം ജോണിച്ചായൻ ഇന്നലെ പറഞ്ഞല്ലോ. മോളോട് ചോദിച്ചോ? चमक आ रही है, ग्लो आ रहा है उसके चेहरे में. ഞാൻ വിളിക്കാൻ പറഞ്ഞു. മോളോട് ചോദിച്ചിട്ടൊന്ന് വിളിക്കണേ. ആയിക്കോട്ടെ. अगर वो उठाता ना फोन तो इससे ना बोल देना था. मना कर देना था इसने. हाँ. अब शायद पूछ सकता है अपनी बेटी से. देखो अब तैयार हो गया है. നമുക്ക് അവളുടെ അടുത്തോടെ ഒന്ന് ചോദിക്കാം. അവളേതായാലും ഇല്ലാന്നേ പറയുള്ളൂ. അപ്പോ നമുക്ക് പറയാനൊരു കാര്യമായല്ലോ. ഇന്നും പുട്ടാണോ? ഓ തുടങ്ങിയോ? ഇത് എത്ര കാലമായി? ऐसी बोल रही है, पर गलत पूछा नहीं तो. ഞങ്ങൾക്ക് വേറെ ആരെങ്കിലും ഉണ്ടോ ആലോചിക്കാൻ? ഓക്കേ സമ്മതിച്ചിരിക്കുന്നു. പോരെ? ഏ मान गई हूँ. बोल शॉक हो गई वो. वो जल्दी इसलिए बोल रही है ना ताकि ये उस बारे में पूछे.
ഇനി പറ, ഞാൻ ഏത് കോന്തനെയാണ് കെട്ടേണ്ടത്? ആ, ഒരാലോചന വന്നിട്ടുണ്ട്, പക്ഷേ समझे പ്രൊഫഷൻ നിനക്ക് ഇഷ്ടപ്പെടുമെന്ന് അറിയത്തില്ല. അതെന്നാ? അഡ്വർടൈസിങ്. अब कैसे बोल रही? कैसे बन रही हो? അല്ല, നീ തലയിൽ തേക്കുന്ന ഷാംപൂ വരെ, എന്തിന് ഈ പുട്ടുപൊടി വരെ പരസ്യക്കാർ പറയുന്ന പോലെയല്ലേ കാര്യങ്ങൾ. അപ്പം പ്രൊഫഷനൊക്കെ, പക്ഷേ ചെറുക്കൻ ആരാണെന്ന് അറിഞ്ഞാ നീ സമ്മതിക്കുമെന്ന സംശയം. ഓ, നമ്മുടെ ജോണിന്റെ മകൻ ഈശോ. अरे इससे वॉमिटिंग. എനിക്ക് പെട്ടെന്നൊന്നും കല്യാണം വേണ്ട. ऐसे ഒരു 1-2 ആഴ്ച കഴിഞ്ഞിട്ട് മതി. मतलब एक दो. अच्छा उसने ये बोला कि मुझे 1-2 हफ्ते में शादी करनी है. हाँ, इसका मतलब यही हुआ ना. पहले तो बोल रही थी कि मुझे जल्दी नहीं करनी. फिर करी 1 या 2 हफ्ते. ഒരു പ്ലാൻ. 1 हफ्ता में चलेगा. ആ, എന്നിട്ട് എന്നാ പറഞ്ഞെന്ന് പറ കുര്യ. മോളോട് ഞാൻ കാര്യം അവതരിപ്പിച്ചു. ഡാ, എൻ്റെ അപ്പൻ കഷ്ടപ്പെട്ട് നടന്ന് സൈക്കിൾ ചവിട്ടിയും മരണവീടുകൾ കയറിയിറങ്ങി ചരമകോളം പിടിച്ചു. മോള് എഞ്ചിനീയറിംഗ് IT എന്നൊക്കെ പറഞ്ഞ് വേറെ വഴിക്ക് പോയി. അതുകൊണ്ട് അവളെ കെട്ടിക്കൊണ്ട് വരുന്നവൻ. अच्छा इनको तो यही चाहिए ना कि इनकी कंपनी को भी कोई आगे बढ़ाए. बनना हो. ഉപ്പന്മാരായി ഉണ്ടാക്കി വെച്ചതൊന്നും അന്യാധീനപ്പെട്ടു പോയത്. അത് നമ്മുടെ ആഗ്രഹം കൂടാ. ഈ കല്യാണം നടന്ന പിറ്റേ ദിവസം അവൻ അവന്റെ अब पता नहीं वो तैयार होगा कि नहीं होगा. वो तो चाहता नहीं इसी कंपनी ज्वाइन करना. ണ്ടേ? എടാ, അന്നമ്മ അവനെ പ്രസവിക്കുമ്പോൾ എനിക്ക് 24 വയസ്സാണ്. അന്ന് മുതൽ ഇന്ന് ഞാൻ അവനെ പറഞ്ഞ് സമ്മതിപ്പിക്കും. അവൻ വരും. കാറ്റാടി ജോണിന്റെ വാക്കാ. ഉറപ്പ് ആലോചിക്കാനൊന്നുമില്ലല്ലോ. ഈടാ, അടുത്ത ദിവസം എന്ന് പറഞ്ഞാൽ നാളെ ആവാം. ആ, നാളെ ഞങ്ങൾ എല്ലാവരും കൂടെ അങ്ങോട്ട് വരും. ഇത്ര तैयार हो गए सब. पता नहीं वो तैयार होता कि नहीं होता ना. हाँ पर कंपनी ज्वाइन करने उसे के तो लिए बिल्कुल पसंद नहीं है ऐसी कई कंपनी. मना न करते. मक्के घूम रही. അങ്കിൾ കോഫി. അവള് തന്നെ ഇട്ടതാ. कैसे लगी उसे वापस? उसने खुद बनाई है. क्या लगी चल रहा है. मुस्कुराता रहता उसको देख. ഹാപ്പി കൂടി. अच्छी तो नहीं बना रही क्या आज? शायद उन्हें पसंद होगी उसके घर वालों को. ये हो सकता है. ये वैसे वो उन्हें वैसे कॉफी पीने की आदत होगी ना. हाँ 2 ദിവസമായി. കുറച്ച് ദിവസം ഉണ്ടാവോ? ആ 2 ആഴ്ച വർക്ക് ഫ്രം ഹോം എടുത്തു. മോന്റെ ഓഫീസ് എവിടെയാന്നാ പറഞ്ഞേ? വിൻസെന്റ് സർക്കിൾ എന്ന് പറയും. ബ്രിഗേഡ് റോഡിന്റെ ഒക്കെ അടുത്തായിട്ട് വരും. പെണ്ണഹള്ളി എന്ന് പറഞ്ഞൊരു സ്ഥലത്താ. താമസം ഒറ്റയ്ക്കാണോ അതോ കൂടെ ആരെങ്കിലും ഉണ്ടോ? ये बेटी तो है और किसने होना. അതുണ്ട്, കൂടെ ഉണ്ട് ഒരു ബംഗാളി. ऐसे बोल रहे ऐसे तो बोल देता किलो रहता नहीं. ഇത്രയും താടിയൊക്കെ വെച്ച് എന്നാ പറയാനാ, ഇപ്പൊ എവിടെ നോക്കിയാലും ബംഗാളികളാ. ഈ ഊർസല കോൺവെന്റിലെ മദർ സുപ്പീരിയറില്ല അങ്ങ് വത്തിക്കാൻ. പുള്ളിക്കാരിയുടെ പിടിപാട് വെച്ചാണ് ഇവക്ക് ബാംഗ്ലൂരിലെ മഠത്തിൽ താമസിക്കാൻ ഒരു ഏർപ്പാട്. बहुत ज्यादा. ഉണ്ടെന്ന് മാത്രമല്ല, കുറച്ച് കഴിഞ്ഞപ്പോ ഇവക്ക് അവിടുന്ന് പോരണ്ടെന്നായി. കേസാ ഞങ്ങൾ ഓരോ കല്യാണക്കാരിയുമായിട്ട് ഓ, എങ്ങനെയാണ് ഇനി മറ്റു കാര്യങ്ങൾ? അപ്പൊ എത്രയും പെട്ടെന്ന് ഒരു ഡേറ്റ് നമ്മൾ തീരുമാനിക്കുന്നു. ആകെയുള്ളൊരു കൊച്ചാ. നിനക്കും അങ്ങനെ തന്നെയല്ലേ? നമുക്ക് നാട്ടുകാരും ബന്ധുക്കളും എല്ലാവരും ഒരു
ഒരുപാട് വൈകിയ കാര്യങ്ങളൊക്കെ വളർന്ന് വലുതായി അല്ലേ? അത് പറ്റത്തില്ല. ഇവളെന്ന് പറഞ്ഞ ജീവനാ എന്റെ. ഇല്ലേ? ഹാ, ഒരുപാടൊന്നും ഇല്ലല്ലോ, ഒരു 2 മാസമല്ലേ ഉള്ളൂ. അത് കഴിഞ്ഞാൽ ഒരു ഡേറ്റ് ഒക്കെ തീരുമാനിക്കാം. അല്ല, കുഴപ്പമൊന്നും ഉണ്ടായിട്ട് क्या बहाना बनाएगा? अरे अरे फिर से തുടങ്ങിയതാ. अरे तो ये भी अच्छा, इन्हें इस डॉक्टर ने कुछ बताया ना? हाँ അതെ, അവക്ക് ആരെങ്കിലും ഓക്കാനിക്കുന്ന വേണ്ട, അപ്പൊ അവക്ക് ഓക്കാൻ. कितना तेज है। बहाने ऐसे बनाता है कि- हाँ, इसकी मगरू से होगी। എങ്ങനെയുണ്ട്? अरे यार, कहीं उसकी बात सुन तो नहीं लगी? കുഴപ്പമില്ല ആന്റി. नहीं, हो सकता है ആന്റിക്ക് ये दोनों तो बातें करने लगे। അമ്മയ്ക്ക് വയ്യായൊന്നും ഇല്ലല്ലോ? ആ, ഇല്ല, കുഴപ്പമൊന്നുമില്ല. ഞാൻ എല്ലാം കൂടെ ഒരു 1.5 മാസം സമയം കിട്ടുള്ളൂ. അയ്യോ, അത് വല്ലാണ്ട് അടുത്തല്ലേ? ആ, അത് തന്നെയാ ഞാൻ പറയണേ. നമുക്കിത് ആരെങ്കിലും അത് നടത്തിയതേ ഒരു ഈവന്റ് മാനേജ്മെന്റ് കമ്പനിയാ. അവരാകുമ്പോ കെട്ടും കഴിച്ച് പാത്രവും കഴുകി പന്തലും അടിച്ചു വെച്ചിട്ട് പൊക്കോളും. നമുക്കൊരു इसका चेहरा क्यों लटका हुआ है, समझ तो नहीं कुछ? इससे शक हो रहा है। हाँ डाउट तो हो गया उसको. ഒക്കെ സ്മൂത്ത് ആയി അങ്ങ് പോയി. അവസരോചിതം. ജോൺ ഭയങ്കര वो चीज नहीं बताई इसने अपने बेटे को। ബംഗാളി പോലും ആരെയും കിട്ടിയില്ലേ? എന്റെ കാര്യങ്ങള് ഞാൻ കേൾക്കണം. ഇച്ചാൻ ഒന്നും പറയണ്ട. ഇച്ചാൻ ഇന്ന് ഇച്ചിരി ഓവറായി പോയി. ആ, ഇച്ചാനെ സമയത്ത് ഒരു ഡയലോഗ് അടിച്ചോണ്ട് ആർക്കും ഒരു സംശയം തോന്നിയില്ല. തോന്നിയോ? എടാ തോന്നിയോ? നീ പറടാ. शक हो गया. इसको तो हो गया शक। इसको बता तो नहीं दिया ना अपनी मम्मी को ये। 2 മാസം എന്ന് പറയുമ്പോ हाँ 2 മാസവും പിന്നെ ഒരു 1 കുടിക്കുമായിരുന്നു. മാസം തികഞ്ഞോന്ന്. എന്ന് പറഞ്ഞ ഇവൻ ഒരു കാളമുട്ടൻ ഉണ്ടാവുമ്പോ 4.25 കിലോ. നമുക്ക് സാരിയൊക്കെ ഒന്ന് വലിച്ചു കൂട്ടി എന്നെ മുകളിൽ കുറെ സ്വർണ്ണമൊക്കെ ഇട്ട് അഡ്ജസ്റ്റ് ചെയ്യാം. അറിയാനൊന്നും പോകുന്നില്ല. अरे എന്നാലും കാര്യങ്ങളൊക്കെ സ്മൂത്ത് ആയിട്ട്. उससे तो उल्टी करने शक हुआ ना। ദേ, അയ്യോ, കുര്യൻ വിളിക്കുന്നു. എന്നാ നീ എടുക്ക. ഞാൻ എടുക്കൂല. ജോണിന്റെ ബെസ്റ്റ് ഫ്രണ്ട് അല്ലേ? ജോൺ അന്നമ്മേ, നീ എടുക്ക. ഇപ്പൊ എവിടെ എത്തി? ഞങ്ങളിങ്ങനെ പകുതി വഴിക്ക് കുര്യ, നീ ഒരു കേക്ക്. എടാ, ഇത് പിന്നത്തേക്ക് വെച്ചിട്ട് കാര്യമൊന്നുമില്ല. ആകെ 1.5 മാസം സമയമുള്ളൂ. ഇപ്പൊ തന്നെ അവരെ പോയി കണ്ട് കാര്യങ്ങൾ ശരിയാക്കണം. अच्छा, वो तो उसके लिए कर रहा है ना कॉल है। अच्छा अच्छा. മാനേജ്മെന്റ് കാര്യം ഞാനിപ്പോ അവരെ വിളിച്ചു ചോദിച്ചു. നാളെ ചെന്ന് അവരെ കാണാം. നാളെ തന്നെ നമുക്ക് इसके पापा को नहीं पता ना अभी. मैं उसे नहीं बताया भी साथ कुछ। अच्छा अच्छा, इसकी वाइफ ही कह रही है कि जल्दी करें। ആ, അവരോടൊക്കെ ചോദിച്ചു. അവർക്കും ഓക്കെ ആണടാ. അടുത്ത് തന്നെ ഉണ്ടെന്നേ. അപ്പൊ നമുക്ക് നാളെ കാണാം. ഓക്കെ? अब इन तीनों को, अब इन सबको पता चल गया कि वो लिस्ट नहीं चला पता बस। ഇല്ലേ, അവിടെ എന്തോ സംഭവിച്ചിട്ടുണ്ട്. ചേടാ, നീ ഏതെങ്കിലും ഒന്നിലൊന്ന് ഉറച്ചു നിൽക്കടി. അല്ല, നിങ്ങൾക്ക് എല്ലാവർക്കും ഇത്ര ധൃതിയാണെങ്കിൽ പിന്നെ ഞാനായിട്ട് എന്തിനാ താമസിപ്പിക്കണേ? കിളിക്കൊരു കൂടെ. ഇതെങ്ങാനും ഇച്ചായൻ അറിഞ്ഞ എനിക്ക് ആലോചിക്കാൻ കൂടെ വയ്യ. ഇച്ചായൻ വേണ്ടെന്ന് എങ്കിലും സംശയം തോന്നി. ഇച്ചായനെങ്ങാനും പൊക്കിയ മുറ്റത്തൊരു കുഴിയെടുത്ത് നിന്നെ മൂടും എന്നെ മൂടും. എൽസിയെ, ആ क्या? ഇച്ചായോ, ഇത് എത്രാമത്തെയാ? വെറും 6ാമത്തെ. ഞാൻ ആഗ്രഹിച്ച പോലത്തെ ഒരു പയ്യൻ. എടി, അവൻ എവിടെയാ ജോലി ചെയ്യണേന്ന് നിനക്കറിയാവോ? വലിയ മൾട്ടിനാഷണൽ കമ്പനിയിലാ. വലിയ പിടിയില്ലായിരുന്നല്ലോ ആ ചെക്കനെ. എന്ന് പറഞ്ഞാ ആദ്യം അവൻ വരത്തില്ല എന്നല്ലേ ഞാൻ കരുതിയത്.
പിന്നെ ജോൺ എനിക്ക് വാക്ക് തന്നു. उसी बात पे तो खुश हो रखा हो. उसी बात से तैयार भी हो रखा हूँ. 10-25 കോടി രൂപയുടെ ബിസിനസ്സാ ഇവനുണ്ടോ ഈസി ആയിട്ട് നമ്മളത് കമത്തും. ഓ അപ്പൊ അതാ വേണ്ട, ഞാൻ കിടക്കാൻ പോന്നു. ഓക്കേ, ഗുഡ് നൈറ്റ് സ്വീറ്റ്ഹാർട്ട്. ആ कैसे डर गया उसे देख के डर गया था. बैठा भी गया. എനിത്തിങ് എനി ടൈം എനിവെയർ ഞാൻ ഹാപ്പി. ഞങ്ങൾ രണ്ടാണ്. കല്യാണത്തിന്റെ കാര്യമാണെങ്കിൽ ചെക്കനെയും പെണ്ണിനെയും നിങ്ങൾ തന്നെ, അത് ഞങ്ങളില്ല. അതോടെ നിങ്ങളുടെ റോള് കഴിഞ്ഞു, ബാക്കിയെല്ലാം ഞങ്ങൾ രണ്ടാണ്. പിന്നെ കുഞ്ഞി പിള്ളേർ, ചേച്ചിമാർ, അനിയത്തിമാർ, ചേട്ടന്മാർ, അനിയന്മാർ, മാമിമാർ, എന്തിന് നിങ്ങൾ പോലും ഞങ്ങൾ സർവീലൻസിലായിക്കോളും. ആലോചിക്കും തന്നെ കൊതി വരുന്നു. തട്ടുകട, സൗത്ത് ഇന്ത്യൻ, നോർത്ത് ഇന്ത്യൻ, അറബിക്, ചൈനീസ്, കോണ്ടിനെന്റൽ, ഉഗാണ്ട. ഉഗാണ്ടയോ? ആ हैं? പള്ളി, അയ്യോ ഭീമാപ്പള്ളി അല്ല, താജ്മഹൽ, എല്ലാത്തിനും 3D മോൾസ് ഉണ്ട്. എല്ലാം ഞാൻ കാണിച്ചു തരാം. എല്ലാം കാണിക്കും. किनको? ओह, बैंड वाले. ഇറ്റ്സ് ഓക്കെ, ഇടയ്ക്കല്ലേ. എങ്ങനെട്ടെ എന്ത് സല്യൂട്ടാ? മൊത്തത്തില് മൊത്തത്തിൽ കുറച്ച് ഓവറല്ലേ? ഓവറാവണം സാർ. ഇല്ല, ഇതുപോലത്തെ 8-10 പേരുണ്ട്. ഇവരായിരിക്കും നമ്മുടെ പന്തലോണിക്കാർ. അയ്യോ, പനിത് കളിക്കാൻ പോണ പന്തല്ലേ. അങ്ങനെയാണ് മാറിപ്പോതാ. കുറച്ച് മെയിൻ ഇന്ത്യൻസ് കൂടുതലാണ്, അതുകൊണ്ടാണ് ഒന്നും വിചാരിക്കരുത്. ഇതൊക്കെ മനുഷ്യന്മാരുടെ കാര്യം. ഇനി ആനിമൽസിലോട്ട് വരാം. കുതിര, ആന, ഒട്ടകം, സീബ്ര.